ഇടുക്കി കൊമ്പടിഞ്ഞാലിൽ ഒരു കുടുംബത്തിലെ 4 പേർ അഗ്നിക്കിരയായി വെന്ത് മരിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും വേണ്ടത്ര ഗൗരവം നൽകുന്നില്ല എന്നാരോപിച്ച് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും പരാതി അയച്ചു. കേരള ഗവർണർ, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ എന്നിവർക്കും പരാതിയുടെ കോപ്പി അയച്ചിട്ടുണ്ട്. 2025 മെയ് മാസം 9-ാം തീയതി ഇടുക്കി കൊന്നത്തടി പഞ്ചായത്തിലെ കൊമ്പടിഞ്ഞാൽ പ്രദേശത്ത് തെള്ളിപ്പടവിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭ, മക്കളായ അഭിനവ്, ശുഭയുടെ അമ്മ പൊന്നമ്മ എന്നിവരാണ് വീടിനുള്ളിൽ അഗ്നിക്കിരയായി വെന്തു മരിച്ചത്. 10-ാം തീയതി വൈകിട്ട് 6 മണിയോടുകൂടിയാണ് സംഭവം പുറംലോകം അറിയുന്നത്. ഷോർട്ട് സർക്യൂട്ട് മൂലം തീപിടിച്ചതാണെന്നാണ് പോലീസിന്റെ ആദ്യ നിഗമനം. പക്ഷേ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ഇത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഇളയ കുട്ടിയൊഴികെ മറ്റ് 3 പേരും പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു കാണപ്പെട്ടത്. പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികളും 2 സ്ത്രീകളും മരണപ്പെട്ട സംഭവത്തിന് സർക്കാർ വേണ്ടത്ര ഗൗരവം നൽകുന്നില്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. കേരള ഗവർണറിനും ബാലാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ എന്നിവർക്കുൾപ്പെടെ പരാതിയുടെ പകർപ്പ് ഇപ്പോൾ അയച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തിലെ 4 പേർ അഗ്നിക്കിരയായി മരിച്ചിട്ട് അതിൽ 2 വനിതകളും പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികളും ഉണ്ട് എന്നുള്ള ഗൗരവം പോലും കണക്കാക്കാതെ അന്വേഷണം ഇഴഞ്ഞു പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ അടിയന്തരമായ ശ്രദ്ധ ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാർ. ആദ്യം അന്വേഷണ ചുമതല വെള്ളത്തൂവൽ CIക്കായിരുന്നു. പിന്നീട് ഇടുക്കി DYSP ജിൻസൺ മാത്യുവിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. എന്നാൽ ഇദ്ദേഹത്തിനെ ആലപ്പുഴ ജില്ലാ SP ആയി നിയമിച്ചു. നിലവിൽ ഈ അന്വേഷണം മന്ദഗതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് നേതാക്കൾ പറയുന്നത്. സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും വേണ്ടത്ര ഗൗരവം വിഷയത്തിൽ നൽകുന്നില്ല എന്നാരോപിച്ച് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ കേരള സംസ്ഥാന മുഖ്യമന്ത്രിക്കും DGPക്കും ജനകീയ സമിതി പരാതി നൽകി. കേരള ഗവർണർ, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ എന്നിവർക്കും പരാതിയുടെ കോപ്പി അയച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.